വാട്ട് ഇഫ് ഐ സേ യു ആർ ഓൾറെഡി ഡെഡ്? നിങ്ങൾ മരിച്ചുപോയി. ഒരു തവണയല്ല, അനവധി തവണ നിങ്ങൾ മരിച്ചുപോയി. ഞാൻ പറയുന്നത് ഫിലോസഫിയോ പോയട്രിയോ ഒന്നുമല്ല, ശാസ്ത്രമാണ്, ഫിസിക്സാണ്. ഫിസിക്സ് അനുസരിച്ച് നിങ്ങൾ പലതവണ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളില്ലേ, നിങ്ങളുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളില്ലേ, ആ കോശങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു വർഷം മുമ്പുള്ള നിങ്ങളില്ലേ, ഒരു വർഷം മുമ്പ് ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു വീഡിയോ കാണുകയായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നടക്കുകയായിരിക്കും. അങ്ങനെ ആ നടക്കുന്ന നിങ്ങളുടെ ഒരു വർഷം മുമ്പുള്ള ശരീരത്തേക്ക് ചിന്തിക്കുക. ആ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കോടാനുകോടി കോശങ്ങൾ. ആ കോശങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങളാണ്. ആ കോശങ്ങളെല്ലാം ചേരുന്നതല്ലേ നിങ്ങൾ? ഒരു വർഷം മുമ്പുള്ള നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ ഇപ്പോഴില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴുള്ളത് പുതിയ കോശങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ ശരിക്കും ആരാണ്? നമുക്ക് വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു മെഴുകുതിരിയുണ്ട്. നിങ്ങൾ ആ മെഴുകുതിരി കത്തിക്കുകയാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ മെഴുകുതിരി അവിടെ കാണാൻ പറ്റുമോ? ആ മെഴുകുതിരി ഇപ്പോൾ അവിടെ ഇല്ല. കുറേ ഭാഗങ്ങളൊക്കെ അവിടെ ഒരു കറുത്ത പാടയായിട്ട് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. പക്ഷേ ആ മെഴുകിൻ്റെ ബഹുഭൂരിപക്ഷവും അവിടെ കാണാനില്ല. ആ മെഴുകുതിരിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? ആ മെഴുകുതിരി ശരിക്കും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കുറേയധികം ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറായിരുന്നു. ആ സ്ട്രക്ചർ പതിയെ പതിയെ ഓക്സിജനുമായി റിയാക്ട് ചെയ്തു. അത് പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡായി മാറി. കുറേയൊക്കെ ജലകണങ്ങളായിട്ട് അല്ലെങ്കിൽ വാട്ടർ വേപ്പറായിട്ട് മാറി. നിങ്ങൾ നിൽക്കുന്ന ആ മുറിയിൽ ഇപ്പോൾ ആ മെഴുകുതിരിയുണ്ട്. അല്ലെങ്കിൽ ആ മെഴുകുതിരിയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളെല്ലാം ഇപ്പോഴും ആ മുറിയിൽ തന്നെയുണ്ട്. പുകയുടെ രൂപത്തിൽ, ജലകണത്തിൻ്റെ രൂപത്തിൽ, താപത്തിൻ്റെ രൂപത്തിൽ. ആ മെഴുകുതിരിയിലുണ്ടായിരുന്ന ഒരു ആറ്റം പോലും നശിച്ചിട്ടില്ല. ഒരു ഊർജം പോലും ഇല്ലാതെ ആയിട്ടില്ല. അതെല്ലാം അവിടെ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആ മെഴുകുതിരി പൂർണ്ണമായിട്ടും ഉരുകിയില്ലാതെയായിട്ടും ആ മെഴുകുതിരി ഇപ്പോഴുമുണ്ട് ആ മുറിയിൽ. പക്ഷേ മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. മെഴുകുതിരിയുടെ കാര്യം വരെ ഓക്കെ. പക്ഷേ ആ മെഴുകുതിരിയുടെ കാര്യം നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ, അല്ലെങ്കിൽ ജീവനുള്ള ഏതെങ്കിലും ഒരു ജീവിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ, ആ ജീവി ഇല്ലാതെയായാൽ ആ ജീവി പിന്നെ മറ്റൊരു രൂപത്തിലുണ്ടോ? എന്താണ് ജീവനുള്ള ഒരു ജീവിയുടെ ശരീരം? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരം എന്താണ്? മനുഷ്യൻ്റെ ശരീരത്തിൽ 7 ഒക്ടില്യൺ കോശങ്ങളുണ്ട്. അതായത് 7 എഴുതി അതിൻ്റെ പുറകിൽ 27 പൂജ്യങ്ങൾ എഴുതുമ്പോൾ എത്രമാത്രം വലിയ സംഖ്യയാണോ കിട്ടുന്നത്, അത്രയും അധികം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ശരാശരി കണക്കാണ്. ഈ സംഖ്യ എത്രമാത്രം വലുതാണെന്നറിയാൻ നിങ്ങൾ 1 മുതൽ എണ്ണിക്കോ. 1 മുതൽ 7 ഒക്ടീലിയൻ വരെ എണ്ണണം. 1 മുതൽ 7 ഒക്ടീലിയൻ വരെ എണ്ണാൻ നിങ്ങൾക്ക് നമ്മുടെ പ്രപഞ്ചത്തേക്കാൾ കൂടുതൽ ആയുസ് ഉണ്ടായിരിക്കണം. പ്രപഞ്ചമുണ്ടായിട്ട് ഏകദേശം 1380 കോടി വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കോശങ്ങൾ, ആ കോശങ്ങളെ നിർമ്മിച്ചിരിക്കുന്ന ആറ്റങ്ങൾ, ആ ആറ്റങ്ങൾ നിങ്ങളുണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. നിങ്ങളില്ലാതെയായാലും അത് കോടിക്കണക്കിന് വർഷങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ശരീരത്തിലെ മസിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാർബൺ ആറ്റം, ആ കാർബൺ ആറ്റം വർഷങ്ങൾക്ക് മുമ്പ് ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിലായിരുന്നു. ആ നക്ഷത്രം പിന്നീട് ഇല്ലാതെയായി, അല്ലെങ്കിൽ ആ നക്ഷത്രം മരിച്ചുപോയി. അതിനുശേഷം പിന്നെയും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് അത് നിങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേർന്നത്. ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞാണ് ആദ്യത്തെ ആറ്റം ഉണ്ടായത്. ആദ്യമായി ഉണ്ടായ ആറ്റം ഹൈഡ്രജനും ഹീലിയവുമായിരുന്നു. ആദ്യത്തെ 3 മിനിറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, പരിശോധിക്കുക. നമുക്ക് ആദ്യത്തെ ആറ്റം ഉണ്ടായ ആ സമയം മുതൽ തുടങ്ങാം. ആദ്യമായി ഉണ്ടായ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയമായി മാറി. ആ ഹീലിയമായി മാറുന്ന പ്രോസസ്സിലൂടെ ആദ്യത്തെ നക്ഷത്രങ്ങളുണ്ടായി. കാലം പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ആദ്യത്തെ നക്ഷത്രങ്ങളൊക്കെ ഇല്ലാതെയായി. പിന്നീട് കുറേ കൂടെ വലിപ്പമുള്ള വലിയ വലിയ നക്ഷത്രങ്ങളുണ്ടായി. ആ വലിയ വലിയ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം മാത്രമല്ല ഉണ്ടായത്.
ഹീലിയം കൂടിച്ചേർന്ന് പിന്നീട് കാർബൺ ആറ്റം ഉണ്ടായി. ഹീലിയവും കാർബണും കൂടിച്ചേർന്ന് ഓക്സിജൻ ഉണ്ടായി. പിന്നെയും ഓക്സിജനേക്കാൾ ഭാരമുള്ള വേറെയും എലമെൻറ്റുകൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പുണ്ടായി. ഇരുമ്പിനേക്കാൾ കൂടുതൽ ഭാരമുള്ള ആറ്റത്തെ ഉണ്ടാക്കാൻ ഒരിക്കലും നക്ഷത്രങ്ങൾക്ക് സാധിക്കില്ല. അത്രയധികം ഭാരമേറിയിട്ടുള്ള വലിയ വലിയ നക്ഷത്രങ്ങൾ ഒടുവിൽ അതിൻ്റെ അന്ത്യനാളുകളിലേക്ക് എത്തിച്ചേർന്നു. അതൊരു വലിയ സ്ഫോടനമായി അവസാനം ഇല്ലാതെയായി. ആ സ്ഫോടനത്തെ നമ്മൾ സൂപ്പർനോവ എന്ന് പറയും. സൂപ്പർനോവയിൽ അതിശക്തമായിട്ടുള്ള താപനിലയാണ് ഉണ്ടായത്. ആ ശക്തമായ താപനിലയിലൂടെ ഭാരക്കുറവുള്ള ആറ്റങ്ങളിൽ നിന്നും ഭാരക്കൂടുതലുള്ള വലിയ വലിയ ആറ്റങ്ങളുണ്ടായി. നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിലെ അനവധി എലമെൻറ്റുകളുണ്ടായി. ഈ ആറ്റങ്ങളൊക്കെ ചിന്നിച്ചിതറി വലിയ വലിയ ക്ലൗഡുകളായി മാറി. ആ ക്ലൗഡുകൾ ഗ്രാവിറ്റി കാരണം പിന്നെയും കൂടിച്ചേർന്ന് നക്ഷത്രങ്ങളുണ്ടായി. ആ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുണ്ടായി. അതിലൊരു ഗ്രഹം ഭൂമിയായി. ആ ഭൂമിയിലെ ഒരു ജീവിയായി നിങ്ങൾ മാറി. നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കോശത്തിൻ്റെ ഉള്ളിലുള്ള കാർബൺ ആറ്റം. അവിടെ മാത്രമല്ല ഈ ആറ്റങ്ങളുള്ളത്. നിങ്ങളുടെ ശരീരം മുഴുവനും അത്തരത്തിലുള്ള അനേകം ആറ്റങ്ങളാണ്. കൂടാതെ നിങ്ങൾ ശ്വസിക്കാനായി ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജൻ, ആ ഓക്സിജനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു നക്ഷത്രത്തിൽ ജ്വലിച്ചു കിടക്കുന്ന ഒരു എലമെൻ്റായിരുന്നു. നിങ്ങൾ ധരിക്കുന്ന സ്വർണ്ണാഭരണം, ആ സ്വർണ്ണാഭരണവും സൂപ്പർനോവയിലൂടെ ഉണ്ടായി വന്നതാണ്. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഈ ആറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളില്ലാതെ ആയാലും ഇതേ ആറ്റങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ജീവനുള്ള ഒരു ജീവിയിൽ പോലും നിങ്ങളുടെ ആറ്റങ്ങൾ ഇനി പ്രവേശിച്ചേക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട്. എ ഫോസ്ഫറസ് എക്സ്പെരിമെൻറ്റ് ഓൺ എ റാറ്റ്. റേഡിയോ ആക്റ്റീവ് മാർക്കർ ഉള്ള ഫോസ്ഫറസ്, ആ ഫോസ്ഫറസ് ഒരു എലിയുടെ ഉള്ളിലുണ്ട്. ആ എലിയെ തുടർച്ചയായിട്ടുള്ള 2-3 ആഴ്ചകൾ പരീക്ഷണത്തിന് വിധേയമാക്കി. നിരന്തരമായി ആ ഫോസ്ഫറസ് തന്നെ മോണിറ്റർ ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിലടങ്ങിയിരുന്ന പകുതിയോളം ഫോസ്ഫറസ് ഇല്ലാതെയായി. ആ ഫോസ്ഫറസ് ഇല്ലാതെയായി പകരം പുതിയ ഫോസ്ഫറസുകൾ അവിടെ വന്നു. ആ എലിയിൽ സംഭവിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലും സംഭവിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രത്യേക കോശത്തിലെ ഒരു പ്രത്യേക എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആറ്റം അതൊരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇല്ലാതെയായി മാറും. അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയായി മാറുകയല്ല, അതിൻ്റെ സ്ഥാനത്ത് പുതിയ അതേ ആറ്റം തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മുമ്പുണ്ടായിരുന്ന ആറ്റമല്ല, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു ആറ്റം. നിങ്ങൾ ഒരല്പം കോഴിയിറച്ചി കഴിച്ചെന്ന് കരുതുക. ആ കോഴിയിറച്ചിയിൽ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്, അതിലൊരുപാട് സെല്ലുകളുണ്ട്. ആ സെല്ലുകൾ ഒരുപാട് ആറ്റങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരം അതിലുള്ള ആറ്റങ്ങളെ കവർന്നെടുക്കും. അതിനുശേഷം അതിനെ നിങ്ങളുടെ രക്തത്തിൽ കലർത്തും. ആ രക്തം നിങ്ങളുടെ ശരീരത്തിലെ പല കോശങ്ങളിലേക്ക് സഞ്ചരിക്കും. ആ കോശങ്ങൾ ആ ആറ്റങ്ങളെ ആഗിരണം ചെയ്യും. അതായത് നിങ്ങൾ കോഴിയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ആ കോഴിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആറ്റം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും. നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആറ്റങ്ങൾ ഇല്ലാതെയാകും. പുതിയ ആറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കയറിപ്പറ്റും. ഒരു സംശയം തോന്നുന്നില്ലേ? തുടർച്ചയായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ആറ്റങ്ങളൊക്കെ ഇല്ലാതെയായിട്ടും പുതിയതായിട്ട് ആറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കയറി പറ്റിയിട്ടും നിങ്ങളുടെ രൂപത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 1 വർഷം കഴിഞ്ഞാലും നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന കോശങ്ങളെല്ലാം തീർത്തും വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിൻ്റെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന DNA ശരിക്കും നിയമങ്ങളുടെ ഒരു പുസ്തകമാണ്. നിങ്ങളുടെ ശരീരത്തിലെ എങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് ആ DNAയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനമെല്ലാം മുൻപോട്ട് പോകുന്നത്. നിങ്ങളുടെ ത്വക്കിൻ്റെ നിറം എന്തായിരിക്കണം, നിങ്ങളുടെ ത്വക്കിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ മുടിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, അതിൻ്റെ നിറം എങ്ങനെയായിരിക്കണം, അങ്ങനെ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളും ആ DNAയിലുണ്ട്. പുതിയതായിട്ട് ആറ്റങ്ങൾ ഉണ്ടായി വന്നാലും ആ ആറ്റങ്ങളെ നിങ്ങളുടെ കോശങ്ങളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സ് അത് മാറുന്നില്ല. അത് ആ DNA അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലരും ചിന്തിക്കുന്നത് മരണമെന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നശീകരണമാണെന്നാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണെന്നാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ടത് തെറ്റാണ്. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ശരീരത്തിലുള്ള ഒരു ആറ്റവും ഇല്ലാതെയാകുന്നില്ല. നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ഒരു ഊർജത്തിൻ്റെ കലോറി പോലും നശിച്ചു പോകുന്നില്ല. അതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഫിസിക്സിൽ മരണമെന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്ഷൻ അല്ല, അതൊരു റീഓർഗനൈസേഷൻ മാത്രമാണ്. നശിച്ചില്ലാതെയാകുന്നില്ല.
ഒന്നും തന്നെ നശിക്കുന്നില്ല, എന്നാൽ അതിൻ്റെ രൂപം മാറുന്നുവെന്ന് മാത്രം. പക്ഷേ ആ വ്യക്തി എവിടെ പോയി? നിങ്ങളിൽ പലർക്കും വേണ്ടപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, സഹോദരനായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, കുഞ്ഞായിരിക്കാം. അവരെവിടെ പോയി? അവരുടെ ചിരി എവിടെ പോയി? അവരുടെ സംസാരം എവിടെ പോയി? അവരുടെ ചെറിയ ചെറിയ കുറുമ്പുകൾ എവിടെ പോയി? ആ വ്യക്തി ശരിക്കും എവിടെ പോയി? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 ഐഡിയ കൂടി മനസ്സിലാക്കണം. അതിലൊന്ന്, വ്യക്തി അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്നത് ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലികം മാത്രമാണ്. കടലിലെ തിരമാല പോലെ. ഒരു തിരമാല വരും, ആ തിരമാല എന്നും അങ്ങനെ നിലനിൽക്കില്ല. അത് കരയിൽ വന്ന് അടിച്ചതിന് ശേഷം തിരികെ മടങ്ങിപ്പോകും. പിന്നീട് മറ്റൊരു തിരമാല വരും. വെള്ളമെല്ലാം ഒന്നാണ്, അതേ വെള്ളം തന്നെ വീണ്ടും വീണ്ടും വരാം. പക്ഷേ തിരമാല വ്യത്യാസമായിരിക്കും. ഓരോ തിരമാലയുടെ രൂപത്തിൽ വ്യത്യാസം കാണും, അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം കാണും. തിരമാലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളിലും അതുതന്നെയാണ് നടക്കുന്നത്. ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ എടുക്കാം, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു അന്ത്യവുമുണ്ട്. മനുഷ്യനൊരു തുടക്കമുണ്ട്, ഒരു വ്യക്തിക്കൊരു തുടക്കമുണ്ട്, ആ വ്യക്തിക്കൊരു അന്ത്യവുമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ നഷ്ടമാകുന്നില്ല, ആ മാറ്ററും എനർജിയും നഷ്ടമാകുന്നില്ല. അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നു എന്ന് മാത്രം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ ഒരു കാർബൺ ആറ്റം ഉണ്ടായിരുന്നു. ആ നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങളെ പോലെ ഇല്ലാതെയായി, അത് മരണമടഞ്ഞു. ആ മരണത്തിലൂടെ ആ കാർബൺ ഇല്ലാതെയാകുന്നില്ല, അത് പിന്നീട് വാതകങ്ങളുടെ ഒരു വലിയ ക്ലൗഡിൻ്റെ ഭാഗമായി മാറി. അവയെല്ലാം കൂടിച്ചേർന്ന് പുതിയ നക്ഷത്രമുണ്ടായി. ആ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുണ്ടായി. നമ്മുടെ സൗരയൂഥമുണ്ടായി. സൗരയൂഥത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായി നമ്മുടെ ഭൂമിയുമുണ്ട്. ആ ഭൂമിയിലുള്ള ലൈം സ്റ്റോണിൻ്റെ ഉള്ളിൽ അതേ കാർബണാറ്റമുണ്ട്. പിന്നെയും കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിലൂടെ അതേ കാർബൺ ഡയോക്സൈഡിൻ്റെ രൂപത്തിലേക്ക് മാറി, ഒരു വാതകമായി മാറി. ആ വാതകത്തെ ആഗിരണം ചെയ്യാൻ അവിടെ ചെറിയ ചില പുൽച്ചെടികളുണ്ടായിരുന്നു. ആ പുൽച്ചെടികളുടെ ഭാഗമായി കാർബൺ മാറി. ആ പുൽച്ചെടിയെ ഭക്ഷിക്കാൻ ഒരു റാബിറ്റ് വന്നു, ഒരു മുയൽ. ആ മുയൽ അത് ഭക്ഷിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി മാറി. ആ മുയൽ പിന്നീട് മണ്ണടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി. ആ മണ്ണിൽ നിന്നും ഒരു മരം അതിൻ്റെ കാർബണാറ്റത്തെ വലിച്ചെടുത്തു. ആ മരം ഭക്ഷിക്കാനായിട്ട്, ആ മരത്തിലെ ഇല ഭക്ഷിക്കാനായി ഒരു ചെറിയ ആട്ടിൻകുട്ടി വന്നു. ആ ആട്ടിൻകുട്ടിയുടെ ഇറച്ചി ഒരു മനുഷ്യൻ കഴിച്ചു. ആ മനുഷ്യൻ്റെ ഉള്ളിൽ കാർബണുണ്ട്. ആ മനുഷ്യൻ ഇല്ലാതെയായി. ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും അവശേഷിപ്പുകൾ വലിച്ചെടുത്തുകൊണ്ട് ഒരു ചെടി കിളിച്ചു വന്നു. ആ ചെടിയെ ഭക്ഷിക്കാൻ അവിടെ ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാർബണുണ്ട്. ആ പശു പാല് ചുരത്തി. ആ പാല് കുടിച്ച ഒരു കുട്ടിയുടെ ഉള്ളിൽ അതേ കാർബൺ ആറ്റം തന്നെ എത്തിച്ചേർന്നു. ആ കുട്ടിക്കറിയില്ല ആ കുട്ടിയുടെ ഉള്ളിൽ മുമ്പുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ കാർബൺ ആറ്റമുണ്ടെന്ന്, അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായിരുന്ന ഒരു മുയലിൻ്റെ കാർബൺ ആറ്റമുണ്ടെന്ന്. നമ്മുടെ എല്ലാം ശരീരത്തിൽ ഒരുപാട് ആറ്റങ്ങളുണ്ട്. അത് പല ആളുകളുടെ ഉള്ളിലൂടെ കടന്നു വന്നതാണ്, അല്ലെങ്കിൽ പല സസ്യങ്ങളുടെ ഉള്ളിലൂടെ കടന്നു വന്നതാണ്. അത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളെന്ന് പറയുന്നത് ഒരൊറ്റ എൻറ്റിറ്റി അല്ല, അത് ഒരുപാട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ഒരുപാട് തലങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള കോടാനുകൂടി ആറ്റങ്ങളുടെ കോമ്പിനേഷനാണ്. രണ്ടാമത്തെ ഐഡിയ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അത് എൻട്രോപ്പിയെക്കുറിച്ച് പറയുന്ന നിയമമാണ്. സമയം കഴിയുന്നതനുസരിച്ച് എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കും. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. ഓർഡർ ഇല്ലാത്ത അവസ്ഥ, ഓർഡർ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതാണ് എൻട്രോപ്പി. ഒരു ഗ്ലാസ് നിങ്ങൾ സങ്കല്പിക്കുക. വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കുപ്പി ഗ്ലാസ്. ആ കുപ്പി ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. താഴെ വീണ് പൊട്ടുന്നതിന് മുൻപ് അതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓർഡറിലുള്ളത് കൊണ്ടാണ് അതൊരു ഗ്ലാസ് ആയിട്ട് മാറിയത്. എന്നാൽ അത് താഴെ വീണ് ഉടയുന്ന സമയത്ത് അതിൻ്റെ ആ ഓർഡർനെസ് ഇല്ലാതെയാകും. അത് പല പല ചെറു കഷ്ണങ്ങളായിട്ട് ഉടഞ്ഞു മാറും. അതിനെ പിന്നെയും പിന്നെയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം, പൊടികളാക്കി മാറ്റാം. അങ്ങനെയാണ് എൻട്രോപ്പി. സമയം കഴിയുന്നതനുസരിച്ച് എല്ലാം
പക്ഷേ സമയം കഴിയുന്നതനുസരിച്ച് ആ ഓർഡർ ഇല്ലാതെയാകും. ആ വ്യക്തിയുടെ മരണമെന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. മരണത്തോടുകൂടി ഓർഡർ ഇല്ല, പക്ഷേ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന സകല ആറ്റങ്ങളുമുണ്ട്, സകല ഊർജവുമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഹങ്കരിക്കാറുണ്ടോ? അങ്ങനെ അഹങ്കരിക്കുന്നതിന് ഒരർത്ഥവുമില്ലെന്ന് മനസ്സിലായില്ലേ? നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തി വെറും ടെമ്പററി മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കോശങ്ങൾ, ആറ്റങ്ങൾ, അവയ്ക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ആ ആറ്റം കടന്നു പോകുന്നത് വളരെ ദുഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയുടെ ഉള്ളിലൂടെ ആയിരിക്കാം. ആ വ്യക്തി കാരണമായിരിക്കാം ഒരുപക്ഷെ ഈ ഭൂമി തന്നെ ഇല്ലാതെയാകുന്നത്. ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ വിക്ഷേപണം ആ വ്യക്തി കാരണമായിരിക്കാം നടക്കുന്നത്. അല്ലെങ്കിൽ അനേകം ആളുകളെ കൊന്നു തള്ളാൻ പോകുന്നത് ആ വ്യക്തിയായിരിക്കാം. നിങ്ങൾ വെറും താൽക്കാലികമായിട്ടുള്ള ഒരു രൂപം മാത്രം. പ്രപഞ്ചം ശരിക്കും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചമെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാന ഘടനകളായിട്ടുള്ള ആറ്റങ്ങൾ, ആ ആറ്റങ്ങൾ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല രൂപത്തിലായിരിക്കും അതിൻ്റെ നൃത്തം. ചില സമയത്ത് അതിൻ്റെ നൃത്തം ഒരു മനുഷ്യൻ്റെ രൂപത്തിലായിരിക്കാം. ചിലപ്പോൾ അത് ഒരു ചെടിയുടെ രൂപത്തിൽ, ഒരു പാമ്പിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു പാറയുടെ രൂപത്തിൽ, ഒരു മെഴുകിൻ്റെ രൂപത്തിൽ, മെഴുക് തിരിയുടെ രൂപത്തിൽ, അങ്ങനെ രൂപം മാറുന്ന ഒരു നൃത്തമാണ് ഈ പ്രപഞ്ചം. ആ നൃത്തത്തിൻ്റെ ഒരു ഭാഗമായി, അതിലെ ഒരു ചെറിയ അഭിനേതാവായി ഏതാനും ചില നിമിഷങ്ങൾ മാത്രം, പ്രപഞ്ചത്തിൻ്റെ ആയുസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിമിഷത്തിൻ്റെ അത്രയും പോലും ദൈർഘ്യമില്ലാത്ത ഒരു ചെറിയ റോള് മാത്രം വഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഫിസിക്സിൻ്റെ ഭാഷയിൽ മരണം ഒന്നിൻ്റെയും അന്ത്യമല്ല. അത് ഒരു സ്റ്റോപ്പ് പോലുമല്ല, സ്റ്റോപ്പ് ചെയ്യുന്ന പോലുമില്ല. തുടർച്ചയായി ആ ആറ്റങ്ങൾ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്ര നൃത്തം വെച്ചാലും അത് നിങ്ങൾ തന്നെയായിരിക്കും. ഒരു വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരം തന്നെ. ആ വ്യക്തി മാറുന്നില്ല. ആ വ്യക്തിയുടെ സകല സെല്ലുകളും മാറുന്നുണ്ട്. എന്തായിരിക്കാം അതിൻ്റെ പിന്നിലുള്ള കാരണം? ആ കാരണം ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.